പ്രിയപ്പെട്ട കുട്ടികളെ, സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ സൊല്യൂഷൻ, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സൊല്യൂഷൻ? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇയർ ബേസിക് കോൺസെപ്റ്റ്സിൽ നമ്മൾ പഠിച്ചിരുന്നു മാറ്റർ. എന്താണ് മാറ്റർ? മലയാളത്തിൽ നമ്മൾ ദ്രവ്യം എന്നൊക്കെ പറയും. എന്താണ് മാറ്റർ? ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് എനിത്തിങ് വിച്ച് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. നമ്മളിതൊരു മാറ്ററാണ്, ഇത് മാറ്ററാണ്, ഇതൊക്കെ മാറ്റേഴ്സാണ്. എൻ്റയർ യൂണിവേഴ്സിൽ രണ്ട് കാര്യങ്ങളാണ്, മാറ്ററും എനർജിയും. അപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. ഈ മാറ്ററിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ പ്യുവർ സബ്സ്റ്റൻസും അതേപോലെ മിക്സ്ചേഴ്സും. പ്യുവർ സബ്സ്റ്റൻസ് വീണ്ടും രണ്ടെണ്ണമായിട്ട് എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ്. എന്താ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മൂലകങ്ങൾ, കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സംയുക്തങ്ങൾ. അത് കഴിഞ്ഞ് അടുത്തായിരുന്നു മിക്സ്ചേഴ്സ്. എന്താ മിക്സ്ചേഴ്സ്? ഒരു എക്സാമ്പിളാണ്, നമ്മൾ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും അതൊരു മിക്സ്ചറാണെന്ന് പറയും. ഈ മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കുന്നത്? ദെൻ 2 or more പ്യുവർ സബ്സ്റ്റൻസ് വേരിയബിൾ എമൗണ്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, മിക്സ്ചേഴ്സ് കിട്ടും. ഈ മിക്സ്ചേഴ്സ് രണ്ട് തരത്തിലുണ്ടായിരുന്നു, ഹോമോജീനിയസും ഹെറ്ററോജീനിയസും. എന്താ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ബീക്കറിൽ വാട്ടർ, അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. നമ്മൾ ദെൻ ഇളക്കി കഴിഞ്ഞിട്ട് ഇവിടുന്ന് നിങ്ങൾ ദെൻ ഇതിൻ്റെ കോമ്പോസിഷൻ നോക്കി, ഇവിടുന്ന് കോമ്പോസിഷൻ നോക്കി, എല്ലാ ഭാഗത്തും സെയിം ആയിരിക്കും. ഇതിനെങ്ങനെയുള്ള സൊല്യൂഷനെ പറയുന്ന, ഇങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്നുള്ളത്. അതേസമയം കോൺക്രീറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കോൺക്രീറ്റിലുണ്ട്? സാൻഡ് ഉണ്ട്, സിമെൻ്റ് ഉണ്ട്, വാട്ടറൊക്കെ ഉണ്ട്. ഒരു പർട്ടിക്കുലർ സ്പോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ സാൻഡ് ആയിരിക്കും കൂടുതൽ, അപ്പുറത്ത് ചിലപ്പോൾ സിമെൻ്റ് ആയിരിക്കും കൂടുതൽ. ഈ മിക്സ്ചറിനെ നമ്മൾ വിളിക്കും ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ഡിഫറെൻറ്റ് കോമ്പോസിഷൻ, ഡിഫറെൻറ്റ് പാർട്ടിൽ. അപ്പോൾ എന്താ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം കോമ്പോസിഷൻ ആൻഡ് സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ആണെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചർ. ആ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻസ്. അപ്പോൾ എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഓഫ് 2 or more കോമ്പോണൻസിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻസ്. ഓക്കെ, സൊല്യൂഷൻസ് ആർ homogeneous mixtures containing 2 or more than 2 components. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? ആ മിക്സ്ചേഴ്സിൻ്റെ എല്ലാ പാർട്ടിലും സെയിം കോമ്പോസിഷനും ആയിരിക്കും, സെയിം പ്രോപ്പർട്ടീസും ആയിരിക്കും. ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ ഇത് വാട്ടറിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് NaCl ഗ്ലൂക്കോസോ ആഡ് ചെയ്തു വിചാരിക്കും. ഇവിടെ ദെൻ ഈ ഗ്ലൂക്കോസ് ആണെങ്കിൽ ഗ്ലൂക്കോസിനെ നമ്മൾ വിളിക്കും സൊല്യൂട്ട് എന്ന് വിളിക്കും. അതേപോലെ ദെൻ എന്താണ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ? ദെൻ അടുത്തത് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്, കുറച്ചെടുക്കുന്നത് ഏതാണോ അതാണ് സൊല്യൂട്ട്. അതേസമയം വാട്ടറിനെ നമുക്ക് എന്ത് പറയാം? സോൾവെൻ്റ് എന്ന് പറയാം. എന്താ സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ? കൂടുതൽ എടുക്കുന്നത് വാട്ടറാണ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോൾവെൻ്റ്. അപ്പോൾ സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ലാർജ് എമൗണ്ട് സോൾവെൻ്റ്. ദെൻ ലെസർ എമൗണ്ട് ഏതായിരിക്കും? സൊല്യൂട്ട് ആയിരിക്കും. ഓക്കെ, നമ്മൾ വാട്ടറാണ് സോൾവെൻ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അക്വസ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻ്റ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? സൊല്യൂഷനായിട്ട് മാറും. അപ്പോൾ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലെസർ എമൗണ്ടിൽ എടുക്കുന്നത്. സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ എമൗണ്ട് എടുക്കുന്നത്. ദെൻ ചില സബ്സ്റ്റൻസിൽ ഇപ്പോൾ വെള്ളത്തിലേക്ക് വേണമെങ്കിൽ ഉപ്പും ആഡ് ചെയ്യാം, പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പും പഞ്ചസാരയും അവിടെ എന്താണ്? സൊല്യൂട്ടാണ്, വെള്ളം സോൾവെൻ്റാണ്. നമുക്കടുത്ത് പഠിക്കാനുള്ളത് ബൈനറി സൊല്യൂഷനാണ്. എന്താ ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 കോമ്പണൻ്റ് ആണുള്ളതെങ്കിൽ ദാറ്റ് സൊല്യൂഷൻ ഈസ് കാൾഡ് ബൈനറി സൊല്യൂഷൻ. ഒന്ന് സൊല്യൂട്ടും ഒന്ന് സോൾവെൻറ്റും. ഇനി ഈ ദെൻ സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ നേച്ചർ ആയിരിക്കും നമ്മളെ സൊല്യൂഷൻ്റെ ഫിസിക്കൽ നേച്ചർ. എന്താ പറഞ്ഞാൽ എന്താ? സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ നേച്ചർ ആയിരിക്കും ആ സൊല്യൂഷൻ്റെ ഫിസിക്കൽ നേച്ചർ. നമുക്ക് ആ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, ബൈനറി സൊല്യൂഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് കാണുന്നു വിചാരിക്കുന്നു. NCERTയിലുള്ള ഒരു ടേബിളാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 3 ടൈപ്പ് സൊല്യൂഷനാണ്. ഗേഷ്യസ് സൊല്യൂഷൻ ഉണ്ട്, അതായത് ആ സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസ് ആണ്. അടുത്തത് ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ലിക്വിഡാണ്. അടുത്ത സോളിഡ് സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡാണ്. നോക്കണേ, ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടാവാം? ഇവിടെ ഗേഷ്യസ് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ സോൾവെൻറ്റ് ഗ്യാസ് ആണ്. അപ്പോൾ ഗ്യാസ് ഇൻ ഗ്യാസ് ഉണ്ട്, ലിക്വിഡ് ഇൻ ഗ്യാസ് ഉണ്ട്, സോളിഡ് ഇൻ ഗ്യാസ് ഉണ്ട്.
ഇതേപോലെ ലിക്വിഡ് സൊല്യൂഷനിൽ സോൾവെൻ്റ് ഏതാ എടുക്കുന്നത്? ലിക്വിഡാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ ലിക്വിഡ്. ഇതേപോലെ സോളിഡ് സൊല്യൂഷനിൽ സോൾവെൻ്റ് എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിരിക്കും നമ്മൾ സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്. എക്സാമ്പിൾ കൂടി ശ്രദ്ധിക്കണേ. ഗ്യാസിന് എക്സാമ്പിൾ ഏതാണ്? ഓക്സിജനും നൈട്രജനും കൂടി മിക്സ് ചെയ്തത് എയറിലുള്ള. ഇനി ലിക്വിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ ഏതാണ്? ക്ലോറോഫോമും നൈട്രജനും. ക്ലോറോഫോം ലിക്വിഡ് ആണല്ലോ, അതിലേക്ക് നൈട്രജൻ ആഡ് ചെയ്താൽ ഇനി അടുത്ത് അല്ലെങ്കിൽ നൈട്രജനും ക്ലോറോഫോമും. സോളിഡ് ഇൻ ഗ്യാസിന് ഏതാ എക്സാമ്പിൾ? ക്യാംഫർ, കർപ്പൂരം, അതും നൈട്രജൻ കൂടി. ഇനി അടുത്തത് ലിക്വിഡ് സൊല്യൂഷന് ഗ്യാസ് ഇൻ ലിക്വിഡ് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചാണ്, എൻവയോൺമെൻറ്റ് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചതാണ്. ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത്, ഓക്സിജൻ ഗ്യാസ്, വെള്ളം ലിക്വിഡ്, അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും. ലിക്വിഡിന് ബെസ്റ്റ് എക്സാമ്പിളാണ് എത്തനോളും വെള്ളം കൂടി ചേർത്തത്. ഇനി ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിച്ചാൽ എന്തിന് എക്സാമ്പിളാണ്? സോളിഡിൻ ലിക്വിഡിന് എക്സാമ്പിളാണ്. അത് മൂന്നും ലിക്വിഡ് സൊല്യൂഷനാണ്. ഇനി അതേപോലെ സോളിഡ് സൊല്യൂഷൻ എന്താണെന്നുള്ളത്, ഗ്യാസ് ഇൻ സോളിഡ് എക്സാമ്പിൾ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം ഉണ്ട്. ഓക്കെ, ഇതേപോലെ ലിക്വിഡ് സോളിഡ്, ലിക്വിഡ് നിങ്ങൾക്കറിയാം ലിക്വിഡ് ഒരു മെറ്റൽ ഉണ്ട് മെർക്കുറി. ഈ മെർക്കുറി ആയിട്ടുള്ള അലോയ്സ് അമാൽഗം എന്നാ പറയുക, സിങ്ക് അമാൽഗം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മെർക്കുറി ലിക്വിഡാണ്, സിങ്ക് അവിടെ സോളിഡാണ്. ഓക്കെ, അടുത്തതേപോലെ സോളിഡ് ഇൻ സോളിഡ്, ദെൻ അത് നമ്മൾ എക്സാമ്പിളാണ് അലോയ്സ്. ഇപ്പോൾ ബ്രാസ് ഉണ്ട്, ബ്രോൺസ് ഉണ്ട്. ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ളത്? കോപ്പറും സിങ്കും ചേർന്ന് ബ്രാസ്. ഇതേപോലെ കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്, നമ്മൾ ഗോൾഡ് ഓർണമെൻറ്റ്, അത് ആക്ച്വലി എന്താണ്? ഗോൾഡ് ഓർണമെൻറ്റിൽ ഗോൾഡ് മാത്രമല്ല, ഗോൾഡിൻ്റെ കൂടെ കോപ്പർ കൂടിയുണ്ട്. അതൊരു സൊല്യൂഷനാണ്. എന്ത് സൊല്യൂഷനാണ്? സോളിഡ് സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റി. ദെൻ ഓക്കെ, 3 തരത്തിൽ നമ്മൾ എടുത്തു, ഓരോന്നും 3 വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ഇവിടുന്ന് ഉദ്ദേശിക്കുന്നത് സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ നേച്ചർ ആയിരിക്കും നമ്മളെ സൊല്യൂഷൻ്റെ ഫിസിക്കൽ നേച്ചറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത പാർട്ട്. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷനെ കുറിച്ചാണ് അപ്പോൾ പറഞ്ഞത്. എന്തായിരുന്നു അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കോമ്പോണൻസ്. 2 കോമ്പോണൻ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. കുറച്ചെടുക്കുന്നതിനെ പറയുന്ന പേര് സൊല്യൂട്ടും കൂടുതലെടുക്കുന്നതിനെ പറയുന്ന പേര് സോൾവെൻറ്റും. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള, ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, നമുക്ക് ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സിൽ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെയാണ് പഠിച്ചത് ബേസിക് കോൺസെപ്റ്റ്സിൽ? കുറേ മെത്തേഡുകൾ നമ്മൾ പറഞ്ഞിട്ട് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ. അതൊന്നും കൂടി നമ്മൾ പറയുന്നു. നോക്കണേ, ഒന്നാമത്തത് മാസ് പെർസെൻറ്റേജ്, രണ്ടാമത്തെ ഒരു ടൈപ്പാണ് വോള്യം പെർസെൻറ്റേജ്, മൂന്നാമത്തെ ഒന്നാണ് മാസ് ബൈ വോള്യം പെർസെൻറ്റേജ്, നാലാമത്തത് പാർട്സ് പെർ മില്യൺ, അഞ്ചാമത്തത് മോൾ ഫ്രാക്ഷൻ, ആറാമത്തത് മൊളാരിറ്റി, ഏഴാമത്തത് മൊളാലിറ്റി. ഇനിയുണ്ട് ദെൻ നോർമാലിറ്റി ഉണ്ട്, ഫോർമാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് ടേംസ് ഉണ്ട്. അപ്പം നമുക്ക് ഇത്രയും ടേംസ് നമുക്ക് നമ്മളെ സിലബസിൽ വരുന്നതാണ്. ഓരോന്നും നമുക്ക് പഠിക്കണം. ഓരോന്നും അതിൻ്റേതായ മെത്തേഡുകളുണ്ട്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈംസിൽ ഓരോന്നും എക്സ്പ്രസ് ചെയ്യും. നോക്ക്, ഒന്നാമത്തത് മാസ് പെർസെൻറ്റേജ്. നമ്മൾ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ എങ്ങനെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കാണാം? എന്താണ് മാർക്ക്? ഇപ്പോൾ ഒരാൾക്ക് 50-ൽ 45 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാം? 90% മാർക്ക് എന്നല്ലേ പറയാം. അതേപോലെ 100-ൽ എത്ര ആ സബ്സ്റ്റൻസ് ഉണ്ട്, അതിനാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. നോക്കണേ, ദ മാസ് പെർസെൻറ്റേജ് ഓഫ് എ കോമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് മാസ് ഓഫ് കോമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ 100 പാർട്സ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. ഇതിനാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുക? മാസ് പെർസെൻറ്റേജ് ഇപ്പം നമ്മൾ എങ്ങനെയായിരുന്നു മാർക്കിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? നമ്മൾ കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 അല്ലേ? ഇതേപോലെ തന്നെ എങ്ങനെ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക? മാസ് ഓഫ് ദാറ്റ് കോമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. എങ്ങനെയാണ്? ഇപ്പോൾ സൊല്യൂട്ടിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ കാണേണ്ടതെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് തരാം. നോക്കണേ, ദെൻ ഇതിൽ ഒരു എക്സാമ്പിൾ, ദെൻ 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ. ഒരാൾ പറയാണ് 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ബൈ മാസ്. ചിലപ്പോൾ എങ്ങനെ തരാം?
10% W ബാർ W. എന്താ അതിൻ്റെ മീനിങ് എന്താ? രണ്ടും മാസാണ്, മാസ് പെർസെൻറ്റേജ് ആണ് എടുത്തതെന്നുള്ളത്. 10% ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ് എന്താ? 10 gram glucose dissolved in 100 gram solution. 100 gram സൊല്യൂഷനിൽ 10 gram ഗ്ലൂക്കോസ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക? 10 gram ഗ്ലൂക്കോസ് എന്തിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്? 90 gram വാട്ടറിലേക്ക് ആഡ് ചെയ്യണം. അപ്പോഴാണ് അത് ടോട്ടൽ 100 gram ആയിട്ട് മാറുക. അപ്പോൾ 10% ഗ്ലൂക്കോസ് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? 10 gram ഗ്ലൂക്കോസ് പ്ലസ് 90 gram വാട്ടർ, അപ്പോൾ ടോട്ടൽ 100 gram സൊല്യൂഷനായി മാറി. ഇതാണ് മാസ് പെർസെൻറ്റേജ്. ഒന്നാമത്തത് അത്രയേ ഉള്ളൂ. 100 പാർട്ടിൽ എത്ര പാർട്ട് നമ്മളെ സബ്സ്റ്റൻസ് ഉണ്ട് എന്ന്. ഇനി അടുത്തതാണ് വോള്യം പെർസെൻറ്റേജ്. എന്തായിരിക്കും ഈ വോള്യം പെർസെൻറ്റേജ്? ഇതേ മെത്തേഡ് തന്നെ. 100 പാർട്ട് വോള്യത്തിൽ എത്ര പാർട്ട് നമ്മളെ സബ്സ്റ്റൻസ് ഉണ്ട് എന്ന്. മാസിന് പകരം വോള്യം ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. വോള്യം പെർസെൻറ്റേജ് ഈസ് ഡിഫൈൻഡ് ആസ് വോള്യം ഓഫ് എ കോമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ 100 പാർട്സ് ബൈ വോള്യം ഓഫ് ദി സൊല്യൂഷൻ. ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? വോള്യം പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? വോള്യം ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ ഒരു കോമ്പോണൻറ്റ് ജനറൽ ആയിട്ട് എങ്ങനെ കൊടുക്കാം? വോള്യം പെർസെൻറ്റേജ് ഓഫ് എ കോമ്പോണൻറ്റ് ഈക്വൽ ടു വോള്യം ഓഫ് ദി കോമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. നമ്മൾ എപ്പോഴാണ് അത് ഉപയോഗിക്കുക ശരിക്കും? ഇപ്പോൾ ലിക്വിഡിൻ്റെ കേസിലൊക്കെ ഇപ്പോൾ എത്തനോൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോഴൊക്കെ നമുക്കിത് കൊടുക്കാം. രണ്ടും വെള്ളവും ലിക്വിഡാണ്, എത്തനോളും ലിക്വിഡാണല്ലോ. ഒരു എക്സാമ്പിൾ നോക്കിട്ടോ. 10% എത്തനോൾ സൊല്യൂഷൻ ഒരാൾ ഉണ്ടാക്കണം എന്ന് പറയാണ്, അല്ല ഉണ്ടാക്കി എന്ന് പറയാണ്. എന്തായിരിക്കും അതിൻ്റെ മീനിങ്? എന്തായിരിക്കും? 10 ml എത്തനോള് ഇൻ എവിടെയാണ്? 100 ml സൊല്യൂഷനിൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? 10 ml എത്തനോള് പ്ലസ് 90 ml വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10% സൊല്യൂഷനായിട്ട് മാറി. അത് മില്ലി ലിറ്റർ എന്നുള്ള വേണമെങ്കിൽ ലിറ്ററിലേക്ക് പറയാം. 10 ലിറ്റർ ഇൻ 100 ലിറ്റർ സൊല്യൂഷനിലാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? 10% എത്തനോൾ സൊല്യൂഷൻ. അപ്പോൾ രണ്ട് ടേം നമ്മൾ കണ്ടു, മാസ് പെർസെൻറ്റേജും വോള്യം പെർസെൻറ്റേജും. ഇനി വോള്യം പെർസെൻറ്റേജ് നമ്മൾ ഇങ്ങനെ കൊടുക്കുക, വി ബാർ വി എന്ന് കൊടുക്കും, രണ്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. മാസ് പെർസെൻറ്റേജിന് W ബാർ W എന്ന് കൊടുത്തിരുന്നു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മാസ് ബൈ വോള്യം പെർസെൻറ്റേജ്. അതെന്തായിരിക്കും? സൊല്യൂട്ടിൻ്റെ മാസ് പറയാം, സോൾവെൻറ്റിൻ്റെ വോള്യം പറയാം. ഇത് സാധാരണഗതിയിൽ മെഡിസിൻസിൽ അതേപോലെ ഫാർമസിയിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഇറ്റ് ഈസ് ദി മാസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇനി ഉപയോഗിക്കുന്നത് മെഡിസിൻസിലും അതേപോലെ ഫാർമസിയിലും. എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുക? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആയിരിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മാസ് ബൈ വോള്യം പെർസെൻറ്റേജ് W ബൈ വി എന്ന് കൊടുക്കും. അപ്പോൾ 3 ടേം പഠിച്ചത് ഏതൊക്കെയാണ്? മാസ് പെർസെൻറ്റേജ്, വോള്യം പെർസെൻറ്റേജ്, മാസ് ബൈ വോള്യം പെർസെൻറ്റേജ്. ഓക്കെ, ഇനി നാലാമത്തത് പാർട്സ് പെർ മില്യൺ. ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? നമ്മൾ ഫസ്റ്റ് ഇയറിൽ എൻവയോൺമെൻറ്റ് കെമിസ്ട്രിയിൽ പഠിച്ചത് ഓർമ്മ ഉണ്ടോ? നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു, നൈട്രേറ്റ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞപ്പോൾ നൈട്രേറ്റിൻ്റെ എമൗണ്ട് അലൗഡ് ലെവല് 50 ppm താഴെ ആവണമെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മ ഉണ്ടോ? എന്താ ഈ 50 ppm എന്ന് പറഞ്ഞാൽ എന്താ? പാർട്സ് പെർ മില്യൺ. അതിൽ കുറവാവണം എന്നാണ് പറഞ്ഞത്. അതിൽ കൂടിക്കഴിഞ്ഞാൽ രോഗം ഉണ്ടാവും. ഓർമ്മ ഉണ്ടോ? ബ്ലൂ ബേബി സിൻഡ്രം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ നൈട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ 50 ppm. എപ്പോഴാണ് അത് ഉപയോഗിച്ചറിയോ? കോൺസെൻട്രേഷൻ്റെ വളരെ കുറവാണെങ്കിലാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഡിസോൾവ്ഡ് ഓക്സിജൻ കോൾഡ് വാട്ടറിൽ നമ്മൾ 10 ppm എന്നൊക്കെ പറഞ്ഞത്. എമൗണ്ട് കുറവാകുമ്പോഴാണ് നമ്മൾ ppm ഉപയോഗിക്കുന്നത്. സോ ഓക്കെ, ദെൻ it is used when solute is present in traces quantities. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന? ppm ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദി കോമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദി കോമ്പോണൻറ്റ് ഇൻറ്റു 10⁻⁶ ആണ്. പെർസെൻറ്റേജിൽ 100 ആണെങ്കിൽ ഇവിടെ നമ്മൾ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 10⁻⁶. അപ്പോൾ എപ്പോഴാണ് അത് ഉപയോഗിക്കുക? കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിലേ അത് ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഇത് വേണമെങ്കിൽ പെട്ടോ മാസ് ഓഫ് കോമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶. അപ്പോൾ W ബാർ W വോള്യത്തിൽ വേണമെങ്കിൽ പറയാം. മാസ് ബൈ വോള്യത്തിലൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ppm. എന്താ ppm എന്ന് പറഞ്ഞാൽ? എന്താ?
പാർട്സ് പെർ മില്യൺ. ഇനി നമുക്ക് പാർട്സ് പെർ ബില്യൺ ഒക്കെ വേണമെങ്കിൽ ഇതേപോലെ പറയാം. പക്ഷേ ഇതാണ് സാധാരണ ഉപയോഗിക്കുന്നത്, പാർട്സ് പെർ മില്യൺ. അപ്പോൾ എപ്പോഴാണ് പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുക? വെൻ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഈസ് വെരി സ്മോൾ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പാർട്സ് പെർ മില്യൺ. ഓക്കെ, ദെൻ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? മോൾ ഫ്രാക്ഷൻ. നാലാമത്തെ ടേമാണ്. അഞ്ചാമത്തെ ടേമാണ് മോൾ ഫ്രാക്ഷൻ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. എന്താ നൊട്ടേഷൻ? നമ്മൾ എക്സ് അല്ലട്ടെ കൈ എന്നാണ് നമ്മൾ കൊടുക്കുക മോൾ ഫ്രാക്ഷന്. എന്താ മോൾ ഫ്രാക്ഷൻ്റെ ഡെഫിനേഷൻ എന്താ അറിയോ? നമ്മൾ രണ്ട് കോമ്പോണൻറ്റ് ഫസ്റ്റ് 1 അതേപോലെ 2 അല്ലെങ്കിൽ എ എന്നുള്ള കോമ്പോണൻറ്റും ബി എന്നുള്ള കോമ്പോണൻറ്റും ആണെങ്കിൽ ദെൻ ഇനി എന്തായിരുന്നു മോൾ ഫ്രാക്ഷൻ എന്നുള്ള ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? കൈ എ അതേപോലെ നമ്മൾ എന്താ കൊടുക്കുന്നത്? കൈ ബി അല്ലെങ്കിൽ കൈ 1 അതേപോലെ കൈ 2. എങ്ങനെ മോൾ ഫ്രാക്ഷൻ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നോക്കണേ. ഒരു മോൾ ഫ്രാക്ഷൻ നമ്മൾ രണ്ട് കോമ്പണൻ്റ് ആണുള്ളതെങ്കിൽ നമ്മൾ മോൾ ഫ്രാക്ഷൻ കൈ എ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കോമ്പോണൻറ്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ. അതിനെ പറയുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ. രണ്ട് കോമ്പോണൻറ്റേ ഉള്ളെങ്കിൽ എൻ എ പ്ലസ് എൻ ബി, മൂന്നെണ്ണം ഉണ്ടെങ്കിലോ എൻ എ പ്ലസ് എൻ ബി പ്ലസ് എൻ സി ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. നോക്കൂ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പെർട്ടിക്കുലർ കോമ്പോണൻറ്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഇത് നമ്മൾ പറയുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ. ഇതിനൊക്കെ എങ്ങനെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമ്പോണൻറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കോമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണൻറ്റ്സ്. ഓക്കെ, ദെൻ ഇനി എങ്ങനെ കാൽക്കുലേഷൻ പാർട്ട് നമ്മൾ ഉപയോഗിക്കാം? കൈ 1 ഈക്വൽ ടു കാണുന്നുണ്ടോ? n1 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. എന്താ n1 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് കോമ്പോണൻ്റ് നമ്പർ ഓഫ് മോൾസ് n1, സെക്കൻഡ് കോമ്പോണൻ്റ് n2. അപ്പോൾ n1 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 രണ്ട് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണത്. ഇതേപോലെ കൈ 2 ഈക്വൽ ടു n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇത് നമ്മൾ ദെൻ ജനറലായിട്ട് നമുക്ക് പറയാം കൈ ഐ ഈക്വൽ ടു ni ഡിവൈഡഡ് ബൈ സിഗ്മ ni എന്നൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി ഇവിടെ നമുക്ക് പഠിക്കാറ് നമ്മൾ ഇപ്പോൾ രണ്ട് കോമ്പോണൻ്റ് അല്ലേ, കൈ 1 പ്ലസ് കൈ 2 ആണെങ്കിൽ കൈ 1ഉം കൈ 2 രണ്ട് കോമ്പോണൻ്റ് ആണെങ്കിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ഇപ്പോൾ കൈ എ പ്ലസ് കൈ ബി നമ്മൾ ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക? ദെൻ കൈ ബി എന്ന് പറഞ്ഞാൽ എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. കൈ എ പ്ലസ് കൈ ബി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എൻ എ പ്ലസ് എൻ ബി ഇവിടെ ഉണ്ട്, ഇവിടെ അതേപോലെ എൻ എ പ്ലസ് എൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ആഡ് ചെയ്താൽ എത്ര കിട്ടുക? അപ്പോൾ എന്താ ഇപ്പോൾ ഇതിന് കിട്ടിയത്? സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് ഓഫ് 2 കോമ്പോണൻസ് ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടി. ഇപ്പോൾ രണ്ടിലധികം കോമ്പോണൻസ് ഉണ്ടെങ്കിലോ നമുക്ക് കൈ 1 പ്ലസ് കൈ 2 പ്ലസ് കൈ 3 എന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദെൻ കോമൺ ആയിട്ട് നമുക്ക് പറയാം, ജനറൽ ആയിട്ട് പറയാം, സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഓൾ ദി കോമ്പോണൻസ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 1. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണത് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ എന്താ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കോമ്പോണൻറ്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണൻറ്റ്സ് ഇൻ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടേം ഇനി പറയാനുള്ളത് മൊളാരിറ്റി. ഓർമ്മ ഉണ്ടോ? എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ച ടേമാണ്, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ് മൊളാരിറ്റി. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഒരു ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് അതിന് പറയുന്ന പേരാണ് മൊളാരിറ്റി. ഫോർ എക്സാമ്പിൾ നമ്മൾ 2 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ ഇതിൽ 10 മോളാണ് നമ്മളെ സൊല്യൂട്ട് ഉള്ളതെങ്കിൽ എങ്ങനെ ഒരു ലിറ്ററിൽ എത്ര ഉണ്ടാവുക? 10 ഡിവൈഡഡ് ബൈ 2 എന്നല്ലേ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ മൊളാരിറ്റി എന്നുള്ളത് എന്താ? മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. നോക്കൂ, 10 മോൾ 2 ലിറ്ററിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്ററിൽ എത്ര ഉണ്ടാവുക? 10/2 എന്നല്ലേ ഉണ്ടാവുക. അതായത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോള്യൂം ഇൻ ലിറ്റർ അല്ലേ ഉണ്ടാവുക. സോ മൊളാരിറ്റിയുടെ ഇക്വേഷൻ അതന്നെയാണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ഓർ ഡെസിമീറ്റർ ക്യൂബ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, മൊളാരിറ്റി ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ
വോള്യം ഇൻ ലിറ്റർ. എൻ ബി നമ്പർ ഓഫ് മോൾസ് ആണ്, വോള്യം ഇൻ ലിറ്റർ. ഇത് നമ്മൾ എന്തായാലും നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നമുക്ക് വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് അല്ലേ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷന് അല്ലേ? വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്. ഓക്കെ, അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്ടാവും എൻ ബി ഡിവൈഡഡ് ബൈ, എൻ ബിക്ക് ഡബ്ല്യു ബി ബൈ എം ബി കൊടുക്കുക, വെയിറ്റ് ഡിവൈഡ് ബൈ മോളാർ മാസ്. വോള്യം ഇൻ ലിറ്ററിന് പകരം ചിലപ്പോൾ മില്ലി ലിറ്ററിലാണ് തരുന്നതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലിറ്റർ ആക്കണമെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അത് മുകളിലേക്ക് പോയാൽ 1000 കിട്ടും. നോക്കാം നമുക്ക് ഇക്വേഷന്. മൊളാരിറ്റി ഈക്വൽ ടു ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി. വോള്യം ഇൻ മില്ലി ലിറ്റർ ആണ്, അപ്പോൾ മുകളിൽ 1000 ഉണ്ട്. ഓക്കെ, അപ്പോൾ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഓർക്കണേ, ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം, ഇത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എം ബി. 1000 ഇത് വോള്യം ഇൻ മില്ലി ലിറ്റർ. അപ്പോൾ എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞല്ലോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. എന്തായിരിക്കും മൊളാരിറ്റിയുടെ യൂണിറ്റ്? നമ്പർ ഓഫ് മോൾസിന് മോള്, വോള്യത്തിന് ലിറ്റർ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ യൂണിറ്റ്? എന്തായിരിക്കും? മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ്. സോ നമ്മളെ ടേം ഇതാണ് പറഞ്ഞത്, മൊളാരിറ്റി. ഓക്കെ, ദെൻ ഇനി അടുത്ത ടേം എന്തായിരുന്നു? മൊളാലിറ്റി. എന്താ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ? ഇതിനൊക്കെ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ് മൊളാലിറ്റി? എന്താ ഡെഫിനിഷൻ ഓർമ്മ ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പെർ ലിറ്റർ എന്നുള്ളതിന് പകരം പെർ കിലോഗ്രാം ആണ് ഇവിടെ. പിന്നെ ദെൻ അവിടെ സൊല്യൂഷൻ ആണെങ്കിൽ ഇവിടെ സോൾവെൻ്റ് ആണ്. എങ്ങനെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറഞ്ഞത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻ്റ്. നമുക്ക് ഇതേപോലെ നേരത്തെ പോലെ നമ്മൾ 2 കിലോ വെള്ളത്തിൽ 10 മോൾ സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ എങ്ങനെ നമ്മൾ 1 കിലോ സോൾവെൻറ്റിൽ എത്ര ഉണ്ടാവുക? 10 ഡിവൈഡഡ് ബൈ 2 അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ കാണേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയുള്ളത്? മൊളാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇതാണ് മൊളാലിറ്റിക്കുള്ള ഇക്വേഷന്. എന്താ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. ഓക്കെ, ദെൻ ഇനി എന്താ നമ്പർ ഓഫ് മോൾസിന് നമ്മൾ ഇക്വേഷൻ എന്താണ്? എൻ ബി. ഡബ്ല്യു എ ഗ്രാമിൽ നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ നമ്മളിത് കൊടുത്താൽ ആ എൻ ബി ഇങ്ങനെ നമ്മൾ കൊടുത്തത് മൊളാലിറ്റിക്ക് ഇങ്ങനെയാണ് ഇക്വേഷന്. എൻ ബി ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഇൻ ഗ്രാം, അല്ല ഗ്രാം അല്ല കിലോഗ്രാം. ആ എൻ ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി. ഡബ്ല്യു എ ഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ 10⁻³ ആക്കണം കിലോഗ്രാമിൽ. അപ്പോൾ നമ്മൾ ഇൻറ്റു 10⁻³ ഓക്കെ, അപ്പോൾ നമ്മളെ മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷനാണ് ഡബ്ല്യു ബി ബൈ എം ബി. ഡബ്ല്യു എ ഗ്രാമിലാണെങ്കിൽ ഇൻറ്റു മോളിൽ 1000. ഓക്കെ, ഇനി എന്താണ് മൊളാലിറ്റിക്ക് ഒരു എക്സാമ്പിൾ? ഇപ്പോൾ നോക്കൂ, 1 മോളാൽ സൊല്യൂഷൻ, NaOH സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മീനിങ് എന്താ? 1 മോളാൽ എന്നുള്ളത് 1 മോളാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ദെൻ ഇങ്ങനെ 1 സ്മോൾ എം എന്ന് കൊടുക്കാം. 1 മോൾ NaOH ഇൻ 1 കിലോഗ്രാം വാട്ടറിലാണ്. ഇതാണ് 1 മോളാൽ NaOH. അതേസമയം 1 മോളാർ NaOH സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 മോളാർ NaOH അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 1 മോൾ NaOH ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. വ്യത്യാസം മനസ്സിലാക്കണേ. ഇത് 1 ലിറ്റർ സൊല്യൂഷനിൽ 1 മോൾ NaOH 40 ഗ്രാം. അതേസമയം ഇത് 1 കിലോഗ്രാം വാട്ടറിൽ 1 മോൾ, അതായത് 40 ഗ്രാം NaOH. വ്യത്യാസം മനസ്സിലായല്ലോ? മൊളാലിറ്റിയും മൊളാരിറ്റിയും. എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. എന്താ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. ഇനി നമുക്ക് അടുത്തത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. എന്താ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ്? നോക്കണേ, നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ടേംസ് നമ്മൾ പറഞ്ഞില്ലേ? ഇതിനെന്തൊക്കെയാണ്? മാസ് പെർസെൻറ്റേജ്, വോള്യം പെർസെൻറ്റേജ്, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷനൊക്കെ. ടെമ്പറേച്ചർ, ഇപ്പോൾ നമ്മളൊരു ബീക്കറിൽ ഇതേപോലെ നമ്മൾ സൊല്യൂഷൻ എടുത്തു. ഈ സൊല്യൂഷൻ നമ്മൾ ചൂടാക്കിയാൽ
ദെൻ അതിൽ ഏതെങ്കിലും കോൺസെൻട്രേഷൻ ടേമിന് മാറ്റം വരുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ മാസിന് മാറ്റം വരില്ല, പക്ഷേ എന്തിൽ മാറ്റം വരും? വോള്യത്തിൽ മാറ്റം വരും. ആ വോള്യമുള്ള ടേംസ് ഒക്കെ മാറും, അത്രയേ ഉള്ളൂ. അപ്പോൾ മാസ് പെർസെൻറ്റേജ് മാറോ? ടെമ്പറേച്ചർ മാറുമ്പോൾ ഇല്ല. മോൾ ഫ്രാക്ഷൻ മാറോ? ഇല്ല. പക്ഷേ വോള്യം പെർസെൻറ്റേജ് മാറും. കാരണം എന്താ? വോള്യം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് സൊല്യൂഷൻ ഉണ്ടല്ലോ. ഇനി മൊളാരിറ്റി മാറുമോ? മാറും. എന്താ കാരണം? എന്താ? മൊളാരിറ്റിയിൽ വോള്യം ഓഫ് സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ മൊളാലിറ്റി ചേഞ്ച് ചെയ്യോ? ഇല്ല. കാരണം എന്താ? അവിടെ മാസ് ഓഫ് സോൾവെൻ്റ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മാസ് പെർസെൻറ്റേജ്, PPM. ഈ PPM ശ്രദ്ധിക്കണം കേട്ടോ. ഇത് വെയിറ്റ് W/Wയിൽ പറയുമ്പോൾ മോൾ ഫ്രാക്ഷൻ ആൻഡ് മൊളാലിറ്റി ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. മൊളാലിറ്റി, നോർമാലിറ്റി ആൻഡ് വോള്യം പെർസെൻ ആർ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. എന്താ റീസൺ? എന്താ ചോദിച്ചാൽ എന്താ പറയാ? ദിസ് ഈസ് ബിക്കോസ് വോള്യം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മാസ് ഡസ് നോട്ട്. അപ്പോൾ വോള്യം ടേംസ് ഒക്കെ മാറും, ടെമ്പറേച്ചറിലെ ടേംസ് മാറൂല. അപ്പോൾ നമ്മൾ ഏതൊക്കെ ടേംസാണ് നമ്മൾ പറഞ്ഞത് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ? മാസ് പെർസെൻറ്റേജ്, വോള്യം പെർസെൻറ്റേജ്, പിന്നെ മാസ് ബൈ വോള്യം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇനി നിങ്ങൾ നോക്കണം നോർമാലിറ്റി എന്നുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്ത് നോക്കണം നോർമാലിറ്റി. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. അതേപോലെ ഫോർമാലിറ്റി ഓർമ്മ ഉണ്ടോ? ഫോർമുല മാസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിൽ പറഞ്ഞിരുന്നു അയോണിക് സോളിഡിൻ്റെ കേസിൽ. അന്നേരം നമ്മൾ ഫോർമാലിറ്റി, മൊളാരിറ്റിക്ക് പകരം ചിലപ്പോൾ ഫോർമാലിറ്റി എന്നൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇതേപോലെ ഡിഫറെൻറ്റ് തന്നെ മെത്തേഡിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെയാണ്, എന്താണ് സൊല്യൂഷൻ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈനറി സൊല്യൂഷൻ. ദെൻ ഇത് കഴിഞ്ഞിട്ട് ആ ബൈനറി സൊല്യൂഷനിൽ ശ്രദ്ധിക്കേണ്ടത് സോൾവെൻറ്റിൻ്റെ നേച്ചർ ആയിരിക്കും നിങ്ങളെ സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്. ദെൻ ഇത് കഴിഞ്ഞിട്ട് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകൾ ഓരോന്നും നിങ്ങൾ പഠിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലവും നിങ്ങൾക്ക് ചെയ്യാം. NCERTയിൽ കുറേ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. ബാക്കി ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.